ഓർക്കുന്നു. എന്റെ ദൈവമേ, അതിനു മുമ്പേ തന്നെ നോക്കണം. ശാലിനി, ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയാമോ? എന്താണ്? ചോദിക്കൂ. ബാലേട്ടനും പുഷ്പയും തമ്മിൽ അല്ല, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ പലരും ഊഹിക്കാമല്ലോ. എനിക്കൊന്നും ഊഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൾ മുമ്പും ആള് വലിയ തന്റേടിയാണ്. അവൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയത് തന്നെ ഒരു വലിയ ചരിത്രമാണ്. മനുഷ്യർ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അല്ലമ്മേ, പ്രൊഡ്യൂസർ രാമദാസ് ഒരാഴ്ച കൊണ്ട് നടന്ന അവളൊരു നടിയാക്കി എടുത്തത്. സ്റ്റീഫൻ, ഡോക്ടർ വിഷുവും ഇപ്പോൾ അവളുടെ വലയിലായി. ഓഹോ, അപ്പോൾ തന്റെ തൊഴിൽ ഇതാണ് അല്ലേ? അത് ഞാൻ പുഷ്പ നിങ്ങൾക്ക് പുഷ്പയെ നല്ലവണ്ണം അറിയാമോ? ഞങ്ങൾ പല പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഓഹോ, ആട്ടെ, സ്ത്രീകളെ കുറിച്ച് പൊതുവെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓ, എല്ലാം ഒരു വക അസ്വത്തുക്കളാണെന്നേ. നിങ്ങളുടെ അമ്മയും അത് ഞാൻ പറഞ്ഞത് പുഷ്പയുടെ തെറ്റായ നടപടികൾ നിങ്ങളൊരു വലിയ സന്മാർഗിയാണെന്ന് തോന്നുന്നല്ലോ. എനിക്ക് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടോ? ഞാനോ? അതെ, നിങ്ങൾ. അത് വലിയ തെറ്റല്ലേ? എങ്ങനെ മനസ്സിലായി തെറ്റാണെന്ന്? അത് ഊഹിക്കാമല്ലോ. മിസ്റ്റർ സ്റ്റീഫൻ, അന്യർ ചെയ്യുമ്പോൾ തെറ്റെന്ന് വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം സ്വയം അനുഷ്ഠിച്ച് നോക്കണം. അപ്പോൾ മനസ്സിലാകും ഒന്നില്ലെന്ന്. എല്ലാം വെറും വാസനാബലമാണെന്ന്. എന്റെ തെറ്റ് നിങ്ങൾക്ക് തെറ്റല്ല, നിങ്ങളുടെ ശരി എനിക്ക് ശരിയുമല്ല. അപ്പോൾ പിന്നെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? മനുഷ്യന് ചില ധാർമ്മികമായ ചില ധാരണകളൊക്കെ വേണം. നമ്മളെല്ലാം സമൂഹ ജീവികളല്ലേ? ഓഹോ, അതുകൊണ്ട് നമ്മളെല്ലാം സമൂഹത്തിന് വേണ്ടി ജീവിക്കണമെന്നാണോ? തീർച്ചയായും. അത് ആട്ടെ, നിങ്ങളൊരു ഗായകനാണല്ലോ. എന്താ സംശയം? ഞാൻ ഗായകനാണ്. സമൂഹം നിങ്ങളുടെ പാട്ടിന് പ്രതിഫലം തന്നില്ലെങ്കിലോ? തരണം, എനിക്കും ജീവിക്കണമല്ലോ. അപ്പോൾ അതാണ് കാര്യം. നിങ്ങൾ പാടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എന്നിട്ട് സമൂഹത്തിന് വേണ്ടിയാണെന്ന് നടിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നെഞ്ചുയർത്തി പറയാനുള്ള ചങ്കൂറ്റമില്ലാത്തതുകൊണ്ട്. പ്രശസ്തിയിൽ നിങ്ങൾക്കും താല്പര്യമില്ലേ? പ്രശസ്തി എടോ, നിങ്ങൾക്ക് ഇനിയും കഴിയുമെങ്കിൽ ഒരു കഴുതയായിട്ട് ജനിക്കൂ. അന്യനു വേണ്ടി വിഴുപ്പുപാണ്ഡം ചുമന്ന് ഒരു മതപ്രവാചകനെ പോലെ മരിക്കാം, പ്രശസ്തനാകാം, ദൈവമാകാം. ഒരു നിരുശരവാദിയെ പോലെ സംസാരിക്കരുത്. എന്താണോ സംസാരിച്ചാൽ എന്റെ നാക്കങ്ങോട്ട് കുഴഞ്ഞു പോകൂ. നമുക്ക് ജീവൻ തന്ന ആ ശക്തിക്ക് നാം നന്ദി പറയണം. ഓ, അപ്പോൾ നിങ്ങൾക്ക് ദൈവമാണോ ജീവൻ തന്നത്? എന്താ സംശയം? ദൈവം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും അത് ദൈവം മനുഷ്യനിൽ കൂടിയാണല്ലോ. വിഷമിക്കേണ്ട. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പറയാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ബോധപൂർവം ചിന്തിക്കാൻ മെനക്കെടാത്ത വർഗത്തിൽപ്പെട്ടതാണ് നിങ്ങൾ. നിങ്ങൾ മാത്രമല്ല, ഈ വർഗത്തിന്റെ നാരായ വേരുകളും അങ്ങനെയായിരുന്നു. അവരുടെ വ്യക്തിത്വത്തിനു നേരെ കണ്ണടയ്ക്കുന്നതാണ് നിങ്ങളുടെ ഭക്തി. മഹാന്മാർ പറയുന്നതെല്ലാം അതേ അർത്ഥത്തിനല്ലല്ലോ എടുക്കേണ്ടത്, പിന്നെ അതിന്റെ ആന്തരാർത്ഥമാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് അവരുടെ ശവത്തിനെ പോലും പേടിയാണ് സ്റ്റീഫൻ. ആന്തരാർത്ഥവും പ്രതീകാത്മകത്വവും പറഞ്ഞ് നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തും. കാരണം നിങ്ങൾക്ക് ഭയമാണ്, ഭക്തിയല്ല. ഭക്തി അറിവിൽ നിന്നേ ഉണ്ടാകൂ. അറിവില്ലായ്മയിൽ നിന്ന് ഭയമാണ് ജനിക്കുക. ദൈവഭീതി എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ഭീതിയാണ് ദൈവം. ഇന്ന് എന്താടാ, ക്ലാസ്സിൽ പോയില്ലേ? സമരം. എന്ത് സമരം?
ക്ലാസ്സിൽ സമരം. എന്തിന്? ആ, അതെനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ കയ്യിൽ എന്താണ്? ദൈവം? ദൈവമോ? ആ, ബാലേട്ടന്റെ ആ പഴയ കാവിത്തുണി. അതെ ചേട്ടാ, ഇവനെ ഒരു സമരത്തിനെങ്കിലും കൊള്ളിക്കാമോയെന്ന് ഞാൻ ഒരു ധീരമായ പരീക്ഷണം നടത്തി നോക്കി. പക്ഷേ ഏറ്റില്ല. അതെന്തേ ഏൽക്കാതിരിക്കാൻ? ദൈവമായാലും ചെകുത്താനായാലും ഒരു രക്തപ്രസാദമൊക്കെ വേണ്ടേ? ഇവനതില്ല. അതിങ്ങോട്ട് താ. എന്തിനാണ് ഏട്ടാ? എടാ വിഡ്ഢി, സമരം ചെയ്യുന്നത് തുണി കൊണ്ടല്ല, തോക്കുകൊണ്ടാണ്. മനസ്സിലായോ? നീ വരുന്നു എന്റെ കൂടെ? ഞാൻ വരാം. ഓ സ്റ്റീഫനോ, നാളത്തെ പരിപാടിയുടെ കാര്യം ആലോചിക്കാം. എന്തിനാണ് അജയ ഈ സമരം? പറഞ്ഞില്ലടോ. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഓഹോ, ആട്ടെ, ആര് പറഞ്ഞിട്ടാണ് ഈ സമരം? നേതാക്കന്മാര്. അപ്പോൾ അവരുമുണ്ടോ സമരത്തിന്? താൻ എന്ത് വൃത്തികേടാണോ പറയുന്നത്? നേതാക്കന്മാര് സമരത്തിനോ? അവരിങ്ങനെ മുഷ്ടി ചുരുട്ടി ആഹ്വാനം ചെയ്യണം. തനിക്കിതൊന്നും അറിയില്ലേ? താൻ എന്തൊരു മനുഷ്യനാടോ? നേതാക്കന്മാര് സമരത്തിന് വരികയെ? താൻ ഏത് ലോകത്താണോ ജീവിക്കണേ? എന്നാലും ഒരു കാരണവും കൂടാതെ സമരം ഉണ്ടാവില്ലല്ലോ. ആ, കാരണമൊക്കെ ഉണ്ടോ? പക്ഷേ രഹസ്യമാണ്. പിന്നെ തന്നോടായതുകൊണ്ട് ന്യൂസ് ഞാൻ ഫ്ലാഷ് ചെയ്യും. എന്താണ്? കേൾക്കട്ടെ. ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ ഒരു മകളുണ്ട്, വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ. ആ, അറിയൂ. ആ, പറ. ആ, അറിയോ? ഇയാളെങ്ങനെയാണോ അറിയണേ? എടോ, താൻ മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരും അവളെ അറിയും. ആഹാ, എന്നിട്ട് ഞങ്ങളുടെ യൂണിയൻ സെക്രട്ടറിക്ക് അവളെ മാരേജ് ചെയ്യണം. അയ്യോ, അത് കുറച്ച് അന്യായമല്ലേ? അന്യായോ? എന്തന്യായം? ഒന്നുകിൽ മാരേജ് അല്ലെങ്കിൽ സമരം. അതാണല്ലോ ഞങ്ങളുടെ മുദ്രാവാക്യം. അത് ശരി. രസമായിരിക്കുന്നു. അതെ, അടുത്ത വർഷത്തെ പുതിയ സെക്രട്ടറിക്ക് പ്രിൻസിപ്പാളിന്റെ ഭാര്യയെ വേണമെന്ന് പറഞ്ഞാലോ? കൊടുക്കണം. അതാണോ ഞങ്ങളുടെ സമരം പുറ? കൊടുക്കണം. അടുത്ത വർഷം ഞാനാണ് സെക്രട്ടറി. അപ്പോഴോ? ചേച്ചി നീ ഇന്ന് കോളേജിൽ പോയില്ലേ? എന്ത് ചെയ്യാനാണ് ചേച്ചി? കുറെ പിള്ളേരുണ്ട് അവിടെ. സമരം എന്ന് പറഞ്ഞു നടക്കുന്നു. പഠിച്ച് നന്നായി വല്ല വാസ്കോഡഗാമി ആകാന്ന് വെച്ചാ ഈ പിള്ളേര് സമ്മതിക്കില്ലെന്നേ. ദുരിതങ്ങള്. ആ, മതി പോയി ഇരുന്ന് വല്ലതും പഠിക്കാൻ നോക്കും. അയ്യോ ചേച്ചി, എന്റെ ചേച്ചി, എന്റെ പൊന്നു ചേച്ചി വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. വല്ല അസുഖമുണ്ടോ ചേച്ചി? ഇന്ന് എന്താണ് അത്ര വലിയ കിന്നാരം? ഓ, ഞാൻ കിന്നരിക്കുന്നില്ല. ഒരു 5 rupees ഇങ്ങോട്ട് തന്നെ, ഞാൻ പോയേക്കാം. ഓഹോ, അപ്പൊ അതാണ് കാര്യമല്ലേ? എന്നാല് എന്റെ കയ്യിൽ കാശില്ല. പൊന്നുമോ ചെന്നിരുന്ന് മിടുക്കരായി പഠിക്കാൻ നോക്കും. ചെല്ല്. അയ്യോ ഡിയർ, എന്റെ ചേച്ചിയല്ലേ, ചതിക്കല്ലേ. ഞാൻ ഫ്രണ്ട്സിനൊക്കെ വാക്ക് കൊടുത്തു പോയി. എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി എത്ര അത്യാവശ്യമാണെങ്കിൽ വിശ്വട്ടം വന്നിട്ട് വാങ്ങിച്ചു തരാം. അയ്യോ, അത് വേണ്ട. അത് വേണ്ടേ? ഇന്ന് കാശ് കൊണ്ട് ചെന്നില്ലെങ്കിൽ പിന്നെ വല്ല വിഷവും വാങ്ങി തിന്ന് തൂങ്ങിച്ചാവുക വേണ്ടോ? ചേച്ചി, ഞാൻ അങ്ങനെ ചെയ്യട്ടെ? ആ, എന്നാ നീ അങ്ങനെ തന്നെ ചെയ്യേ. വല്ല വിഷം വാങ്ങിച്ചെന്ന് മരിക്കാൻ. പക്ഷെ അതിനും വേണ്ട ചേച്ചി കാശ്. ആ, എന്തിനാ ഇപ്പോ 5 രൂപ അത്യാവശ്യമുണ്ടെന്നേ. സ്റ്റിഫ ഉണ്ടെങ്കിൽ എടുക്കൂ. 5 രൂപ. ചേച്ചിയുടെ കയ്യിൽ പൈസ ഇല്ല. എന്നാ ശരി, എടുത്തു. അതെയോ? നീ എന്തായി കാണിച്ചത്? സ്റ്റീഫിന്റെ കാശ് വാങ്ങിക്കുക. അതിനെന്താണ് ചേച്ചി? വിശ്വേട്ടൻ വരുമ്പോ അങ്ങ് തിരിച്ചു കൊടുത്താൽ പോലെ. അല്ല കാര്യം. നോൺസെൻസ്. ചേച്ചിക്ക് ഒരു ബുദ്ധിയില്ല. സ്റ്റീഫൻ വെറുതെ ബുദ്ധിമുട്ടി. അവനിപ്പോൾ അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല. അവന് കറഞ്ഞടിക്കാൻ വേണ്ടിട്ടാ. ഓ, സാരമില്ലെന്നേ, പിള്ളേരല്ലേ, സൊല്ലൊഴിഞ്ഞല്ലോ. അതിന് വേണ്ടിയാ ഞാൻ കൊടുത്തത്. എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് സ്റ്റീഫൻ. സ്റ്റീഫൻ ഇവിടെ ഇരിക്കും, ഞാൻ കുറച്ച് കഴിഞ്ഞു. ഓഹോ, അത് കൊള്ളാം. ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ ചെയ്തു എന്തിനാ? എന്റെ സുന്ദരിയോട് സ്വൈരമായി ഒന്ന് സല്ലപിക്കാനല്ലേ. അതിനു വേണ്ടിയല്ലേ ഞാൻ ഈ പാടുപെട്ടത്. അവസാനം എന്നോട് ഇവിടെ ഒറ്റയ്ക്കിരിക്കാം. ഈ പട്ടാപ്പാലും ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. അതെ, പക്ഷേ എന്റെ സുന്ദരിക്കുട്ടി അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഏതൊരുട്ടിനെയും ഭയമില്ല. അയ്യോ, വിശ്വടനെ കാണാൻ
വലിയേട്ടനുണ്ട്. വിട്, 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 വിട്. ആയി. അയ്യോ, വിട്, വിട് സ്റ്റീഫൻ, വിട്. പിന്നെ പിന്നെ അപ്പ വിട്, 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 വിട്. ശാലിനി, ആരാടിയാസ്? ആരാണെന്ന്? ഓ, സ്റ്റീഫൻ, നീയായിരുന്നു അല്ലേടി സ്റ്റീഫൻ? എടോ, പോകരുത്. തന്നെ തന്നെ ഞാൻ റാസ്കൽ. അരുത്, സ്റ്റീഫനെ തല്ലരുത്. ഏട്ടനെ വിളിച്ചില്ല. എനിക്കറിയാം എന്തറിയാമെന്ന്. എല്ലാം അറിയാമടോ. മാറി നിൽക്കാം അങ്ങോട്ട്. മിസ്റ്റർ സ്റ്റീഫൻ, താങ്കൾ ഇവിടെ ഇരിക്കണം. ശാലിനി, ഇവിടെ വരൂ. ഇവിടെ വരാൻ. ശാലിനി, നിനക്ക് സ്റ്റീഫൻ ഇഷ്ടമാണോ? ഏട്ടാ, അരുത് ഏട്ടാ, നീ മിണ്ടരുത്. പറയൂ ശാലിനി, നിനക്ക് ഈ പുരുഷനെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ഏട്ടാ, ഇവനൊരു രോഗിയാണ്. രോഗിയോ? രോഗത്തിന് മരുന്നില്ലേ? വിഷം ഇല്ല ബാലേട്ടാ, ഇല്ല. ഇവന് വിഷരോഗമാണ്. വീടി, അറിയാമോ? വിശ്വം. പക്ഷെ അതിന് മരുന്നില്ലേ? വിശ്വം ഇല്ല ഏട്ടാ, ഇല്ല. ഇറ്റ് ഈസ് എ ലേറ്റന്റ് വീടി. അത് തലമുറകൾക്ക് പകരും, അറിയാമോ? ശരി, പക്ഷേ ശാലിനി, നിനക്കിഷ്ടമാണെങ്കിൽ ഈ ബന്ധം തുടർന്നോളൂ. ഏട്ടാ, അരുത്, അരുത് ഏട്ടാ, അരുത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ദൈവങ്ങൾ എതിര് നിന്നാൽ ആ ദൈവങ്ങളെ ചവിട്ടി മാറ്റാൻ ഞാൻ സഹായിക്കാം. ശാലിനി, നീ സ്റ്റീഫന്റെ കൂടെ ബന്ധം തുടർന്നോളൂ. സദാചാരി, സന്മാർഗി. എടോ, ഇവൻ പറഞ്ഞതിനേക്കാളും വലിയൊരു മഹാവ്യാധിയാണ് തനിക്കുള്ളത്. ഹിപ്പോക്രസി, ദംഭം. അതിന് മരുന്നില്ല. കടന്നു പോടോ. എനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ള ഒരേ ഒരു വികാരമേ മനുഷ്യനുള്ളൂ. ഒന്നുചേരാനുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും ദാഹം. ലജ്ജയില്ലേ ഇതൊക്കെ പറയാൻ? എന്തിന് ലജ്ജിക്കണം? പ്രകൃതി വാസനയാണത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഏട്ടന് ബോധ്യമുണ്ടോ? ഉവ്വനിയ, ബോധമില്ലാത്ത നിനക്കാണ്. കഷ്ടം. സ്വന്തം സഹോദരി ഒരു അന്യപുരുഷന്റെ കൂടെ ആ മുറിയിൽ. ഞാൻ വ്യഭിചരിച്ചു. എനിക്ക് മനസ്സുണ്ടായിട്ട് ആരാണ് എന്നെ തടയാൻ? ആരാണെന്ന് ചോദിക്കാൻ? നിന്നെ ഞാൻ. ഇനി എന്നെ തൊട്ടു പോകരുത്. ഇനി എന്നെ തൊട്ടാൽ ഞാൻ പിശാചാണ്, പിശാചി. ശാലിനി, വേണ്ട, ആരും ആളാകണ്ട. ഞാനൊരു സ്ത്രീയാണ്, 27 വയസ്സുള്ളൊരു സ്ത്രീ. എനിക്ക് വികാരങ്ങളുണ്ട്. എത്ര കാലം ഞാനത് സഹിക്കണം? എത്ര കാലം ഞാനത് പോയി നടക്കണം? എന്റെ അഭിമാനത്തെ കുറിച്ച് നീ ചിന്തിച്ചോ? അഭിമാനം? എനിക്കില്ലാത്ത അഭിമാനം കൊണ്ട് ഞെളിയുന്നു. വിശ്വം, കണ്ടില്ലേ ഒരു സ്ത്രീയുടെ കലി? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നു? ഇല്ല നിയ, നിനക്കത് ഇനിയും മനസ്സിലായിട്ടില്ല.
നീ സ്റ്റീഫനെയും അവളെയും കാണുമ്പോൾ അത് പൂർത്തിയായിരുന്നില്ല അനിയ, അത് പൂർത്തിയായിരുന്നില്ല അനിയ.